ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ വിഷമങ്ങളും മുഴുവൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയുടെ ആരാ? മകളാണോ ഫ്രണ്ടാണ്? ഫ്രണ്ട് അല്ലേ? അപ്പൊ ആ മകൾക്ക് കിട്ടേണ്ട സ്നേഹം ആ മകൾ എവിടെ പോയി തപ്പും? പാർട്ട്ണറിൽ പോയി തപ്പും. Thus starts the dysfunction. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ എത്രയോ കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ പേരൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവരുത്. യു ഹാവ് ടു ബി ദെയർ ചിൽഡ്രൻ. ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോൾ എന്താ ചെയ്യുക? എനിക്ക് വിഷമമുണ്ട്, അപ്പം എനിക്ക് അവന് ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ല. ചെറുപ്പം മുതലേ ഞാൻ അമ്മയുടെ വിഷമം കേട്ട് അമ്മേൻ്റെ എല്ലാ വിഷമവും കേട്ട് അമ്മയുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് അമ്മ ഈ കുട്ടി വലുതാവുമ്പോൾ അച്ഛനോടാണോ പെർമിഷൻ ചോദിക്കുക വീട്ടിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ? ഈ മകളോടാണോ മകനോടായിരിക്കും, അല്ലെങ്കിൽ മകളോടായിരിക്കും, അല്ലേ? പല വീട്ടുകളിലും ഇങ്ങനെ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുമ്പോൾ ചിൽഡ്രൻ വിൽ ടേക്ക് ദ റോൾ ഓഫ് പേരൻറ്റ്. അപ്പം ചില പേരൻസ്, ചില അച്ഛന്മാർ, ചില അമ്മമാർ ഭയങ്കര ക്വയറ്റ് ആയിരിക്കും വീട്ടിൽ. അപ്പനെങ്കിലും ഉപകാരമില്ല, അമ്മേനെ കൊണ്ട് ഉപകാരമില്ല. നിങ്ങളായിരിക്കും സ്ഥാനത്ത് നിൽക്കുന്നത്. എന്ത് പറ്റുന്നറിയോ? നിങ്ങൾക്ക് കിട്ടേണ്ട ആ ചൈൽഡ് ലവ് കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങളത് സീക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിലായിരിക്കും. നിങ്ങളുള്ളിലത്തെ പല പാർട്ട്ണർ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിങ്ങൾ പറയുന്ന സ്നേഹം, അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറുടെ ലെവലിൽ കിട്ടണ്ടേ, പേരൻ്റ് ലെവലിൽ കിട്ടാത്തതുകൊണ്ടാണ് പല ഡിസ്ഫങ്ഷൻസുകളും ഉണ്ടാവും.